മൈസെൽഫ്, ഞാൻ സ്വന്തമായി തന്നെ എന്നെ എന്താക്കി മാറ്റി, ബൈബിളിൽ യേശുദേവൻ പറഞ്ഞതുപോലെ ഷണ്ടനാക്കി മാറ്റി. അല്ലെങ്കിൽ സുമേഷിനോട് ബെറ്റ് വെച്ച് പറയാൻ പറ്റും, ഏതൊരു അശ്ലീല വീഡിയോ അല്ലെങ്കിൽ നമ്മളിപ്പം പറയുമല്ലോ ബ്ലൂ ഫിലിം എന്ന് പറയുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഏതായാലും സുമേഷ് വേണമെങ്കിൽ ഒരു ടി വിയിലിട്ടോ വീഡിയോ കാണാം. വീഡിയോ കാണുന്നവരെ ഞാനും അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. എൻ്റെ ഒരു രോമം പോലും അനുകൂലം. എന്റെ ലൈംഗിക ശേഷി ഞാൻ സ്വയം ഇല്ലാതാക്കി, എനിക്കിനി കുട്ടികൾ ഉണ്ടാവില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാക്കുകളാണിത്. ഇത് ആരാണെന്ന് പറഞ്ഞെന്ന് മനസ്സിലായോ? മറ്റാരുമല്ല, ഒരു കാലത്ത് ബിഗ് ബോസിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ മനുഷ്യൻ. ആര്? ഡോക്ടർ രജിത് കുമാർ. ഡോക്ടർ രജിത് കുമാർ ആർമി എന്ന പേജുകൾ വരെ ഉണ്ടാക്കപ്പെട്ട് ആഘോഷിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം, അല്ലെ? എന്നിരുന്നാലും റീസെന്റ് ഇയാള് കൗമുദി മൂവീസിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഉണ്ടല്ലോ, കാണേണ്ട എല്ലാണ് മക്കളെ. നമുക്ക് എന്തായാലും കണ്ടുവെക്കാം. മാറ്റി വെച്ചൊരു ചോദ്യമുണ്ട് പെട്ടെന്ന്. ഇനിയൊരു വിവാഹം, ഒരു ജീവിതം, അങ്ങനത്തെ ചിന്തകളൊന്നും ഒരിക്കലും വന്നു കയറിയിട്ടില്ല. ഒരു കുട്ടി വേണം, അല്ലെങ്കിൽ അടുത്ത തലമുറ വേണം, ഈ ചിന്തകൾ പകർന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പം താങ്കളുടെ കുട്ടിയെ താങ്കളുടെ അതേ ജീനിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ ചിന്തകൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ഒരു ഇതിലായിരിക്കും ആ കുട്ടി വരുന്നത്. അങ്ങനെ ഒരു ചിന്തകൾ, അതിന്റെ പിന്തുടർച്ച വേണം, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. വളരെ നല്ല ചോദ്യമാണ്, വളരെ നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ നിന്ന് നല്ല ചിന്തകൾ 17 വർഷം കൊണ്ട് ഞാൻ പ്യൂരിഫൈ ചെയ്തെടുത്തിരിക്കുന്ന നല്ല ഇൻ്റലക്റ്റുള്ള കുറച്ച് അറിവുകളുള്ള നല്ല ഗുണനിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഉണർന്നിരിക്കുന്ന ജീനുകൾ തന്നെയാണ് എൻ്റെ ബീജത്തിൽ അല്ലെങ്കിൽ സ്പേംസിലുള്ളതെന്ന് സുമേഷിന് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും. ശരി, സുമേഷിന് മനസ്സിലാവാൻ സുമേഷിന് എന്താ ബീജം ടച്ച് ചെയ്യണ പണിയാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നല്ല ഗുണനിലവാരം കാഴ്ചവെച്ച് ജീനുകളുള്ള ബീജമാണ് പോലും ഇയാളെ അങ്ങോട്ട് പറയാണ്. ഇയാൾക്ക് ഇന്റലക്ച്വൽ തോട്ട് കൂടിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പക്ഷേ ഞാൻ മാത്രം വിചാരിച്ചാൽ എൻ്റെ ഒരു കുഞ്ഞു വരൂല്ലല്ലോ. വരുമോ? ഇല്ല, ഒരിക്കലും വരില്ല. നിങ്ങളുടെ ഈ ഉന്നത ഗുണനിലവാരം കാഴ്ചവെച്ച ജീനുകളുള്ള ഈ ബീജം മറ്റൊരു സ്ത്രീയുടെ അണ്ടത്തിൽ നിക്ഷേപിക്കണം, എന്നാലേ ഒരു കുഞ്ഞുണ്ടാവത്തുള്ളൂ. ചുരുക്കി പറഞ്ഞ ഒരു പെണ്ണ് വേണമെന്ന് അർത്ഥം. ഇങ്ങനെ ഓൾറെഡി മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞ് ഡിവേഴ്സ് ആയ വ്യക്തിയാണ്. എന്തായാലും ഇങ്ങനെ എന്തൊക്കെയോ ബാക്കി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. അതിനെനിക്ക് അനുയോജ്യമായ ഒരാൾ എൻ്റെ മുമ്പിൽ എത്തി കാണണ്ടേ, വേണ്ടേ? ഇനി പുറം കൊണ്ട് സൗന്ദര്യം ഉണ്ടാവുകയും അകം കൊണ്ട് യേശുദേവൻ പറഞ്ഞതുപോലെ വാശിയും വൈരാഗ്യവും ദേഷ്യവും ഗുസ്തിയും പിടിവാശിയും ദുർബുദ്ധിയും സൂത്രവും ഈ തരത്തിലാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീനുകൾ, അവിടെ നിന്നുള്ള അണ്ടത്തിലെ ജീനുകൾ ഈ നെഗറ്റീവ് സാധനം തന്നെ ആയിരിക്കില്ലേ, അല്ലേ? ദെൻ എൻ്റെ ഈ ബീജത്തിലെ നല്ല ജീനും ആ അണ്ടത്തിലെ മോശപ്പെട്ട ജീനും കൂടെ ചേർന്നതിന് ശേഷം അവസാനം കൊച്ചിന് തന്നെ കൺഫ്യൂഷൻ ആവില്ലേ, ഞാൻ എന്താവണ്ട. അതെ, കൊച്ചു ഗർഭാശയത്തിൽ ഇരുന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. ഞാൻ അച്ഛനെ പോലെ ആവണോ അതോ അമ്മനെ പോലെ ആവണോ? ഈ കൺഫ്യൂഷൻ അടിച്ചുകൊണ്ടായിരിക്കും കൊച്ചു പുറത്തേക്ക് വരുന്നത്. ഇയാൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? എന്തോ ഒരു പിരിപോയ വർത്താനാണ് പറയുന്നത്. എന്തായാലും ഇടയ്ക്കിടെ ഇയാളെ സ്വന്തം ബീജത്തിൽ ഇങ്ങനെ പൊക്കി അടിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞിട്ടില്ലേ, എന്റെ ഉന്നത ഗുണനിലവാരമുള്ള ബീജവും ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ അണ്ടവും മോശമാണെങ്കിൽ കുഞ്ഞിന് കൺഫ്യൂഷൻ ആവില്ല എന്നൊക്കെ. എന്താ ഞാനിതിനൊക്കെ മറുപടി പറയാം? നിങ്ങൾ തന്നെ പറ, ബാക്കി പറഞ്ഞോട്ടെ. എസ്കേപ്പിസം അല്ല, അത് സയൻസ് ആണ്. ഇത് സയൻസ് ആണ്. അതിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങാണ്ടൊരു പുഴയുണ്ട്, ഇനി നമ്മൾ പോകുമ്പോൾ പുഴ വീഴും, അത് മുണ്ടിപ്പുഴ പൊക്കി പിടിച്ച് പോകാത്തുള്ള ആ ഒരു ചിന്തയല്ലേ? ആ ചിന്ത വെച്ചാൽ ഇന്നത്തെ എന്റെ കണക്കൂട്ടലനുസരിച്ച് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പല വ്യക്തികൾക്കും മഹാഭാരതം പറഞ്ഞ പോലെ കലിയുഗത്തിൽ 75% അധർമ്മം ബാധിച്ചു കഴിഞ്ഞു. നല്ല പുരുഷന്മാരുമുണ്ട്, നല്ല സ്ത്രീകളുമുണ്ട്. എന്ന് പറഞ്ഞാൽ 75% അധർമ്മം ബാധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ 25% മാത്രമേ നന്മയുടെ കണികകളുള്ളൂ. എന്നുവെച്ചാൽ 100 പേരെ എടുത്താൽ 25 പേർ, 10 പേരെ എടുത്താൽ ഒരു 2-3 പേരെ നല്ല ഗണത്തിൽ, എന്ന് വെച്ചാൽ ആർക്കും ദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ. പക്ഷേ 7 എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്, മനസ്സിലായി? അടുത്തൊരു സൃഷ്ടി ഏറ്റവും നല്ല ഗുണനിലവാരത്തിൽ തന്നെ വരണമെങ്കിൽ അത് ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കണം. അത് കണ്ടെത്തി നടന്ന സമയം കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ശരി, അല്ലാണ്ട് പെണ്ണ് കിട്ടാത്തോണ്ടൊന്നല്ല, കണ്ടെത്തി നടക്കാൻ താല്പര്യമില്ലാത്തോണ്ടല്ലേ. ഞാൻ എന്താ ഇതിനൊക്കെ മറുപടി പറയാം? എന്തായാലും നല്ല ആളുകളിൽ പെടുന്ന 10ൽ 2-ൽ ഒരാൾ താങ്കളാണല്ലോ. നല്ല കാര്യം. എനിക്ക് അതല്ലേ ചിരി വരുന്നത്. ഈ പല രീതിയിലും സ്വന്തം പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തം ബീജത്തിന്റെ ക്വാളിറ്റിയും പറഞ്ഞ് സ്വയം പൊങ്ങുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. എന്റെ ബീജം അടിപൊളിയാണ്, അതിനാവശ്യമുള്ള അണ്ട ഇവിടെ ഇല്ല, അത് കണ്ടെത്താൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതി എങ്ങനെ സാധിക്കുന്ന ഇഷ്ടം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് മറ്റേ പുലുമരുകന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ലക്ഷ്യത്തിൽ ഒന്നേ കാണും ഇങ്ങനെ ഒരു ഐറ്റം, അല്ലേ? എന്തായാലും കോമഡി ആയിക്കണം. ബാക്കി പറഞ്ഞോട്ടെ. എന്തായാലും മോക്ഷം എന്നുള്ള തലത്തിലേക്കാണ് ഞാനിപ്പോൾ സ്പിരിച്വാലിറ്റി പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ പോയി എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചെല്ലാം അന്വേഷിച്ചപ്പോൾ എനിക്കിത് ലാസ്റ്റ് ജന്മമാണെന്നും എൻ്റെ ആത്മാവ് മോക്ഷത്തിലൂടെ അല്ലെങ്കിൽ മഹാദേവൻ ലാസ്റ്റ് നേരിട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങനെ കിടന്ന് മറ്റൊരാളിനെ കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യത കുറവാണ്.
അരുത് സ്വാമി, അങ്ങനെ ചെയ്യാൻ പാടില്ല. താങ്കൾ അങ്ങനെ മോക്ഷം കിട്ടി പോയി കഴിഞ്ഞാണെങ്കിൽ താങ്കളുടെ ഉന്നത ഗുണനിലവാരമുള്ള ബീജം ഇവിടെ ആര് സംരക്ഷിക്കും? അതിനൊരു പിൻതലമുറക്കാരില്ലാതായി പോകും. ഈ ലോകത്ത് നന്മ വാരി വിതറാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതിന് താങ്കൾ ഒരു പിൻതലമുറയെ അവശേഷിപ്പിച്ചേ പറ്റൂ. ഇതൊരു റിക്വസ്റ്റ് ആയി താങ്കൾ കാണണം. അല്ലെങ്കിലും വരുന്നൊരു തലമുറയെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും കടമയാണല്ലോ. ആ കടമ താങ്കൾ നിർവഹിക്കണം. ഒരിക്കലും താങ്കൾ മോക്ഷം കിട്ടി പോകാൻ പാടില്ല. താങ്കളുടെ ഉന്നത ഗുണനിലവാരമുള്ള ബീജം വെച്ച് ആ മക്കൾ തല ഉയർത്തി നടക്കട്ടെ. അരുത്, താങ്കൾ ഇങ്ങനെ ചിന്തിക്കാനേ പാടില്ല. താങ്കളുടെ ബീജത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നല്ലൊരു അണ്ടത്തെ കണ്ടെത്തൂ, എന്നിട്ട് അതിൽ നിക്ഷേപിക്കൂ, എന്നിട്ട് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കൂ. എന്താ ഞാൻ ഇതിനൊക്കെ പറയാം, ബാക്കി പറഞ്ഞോട്ടെ. ഇനി പറഞ്ഞതുപോലെ ഞാൻ തന്നെ എന്നെ അന്ന് പറഞ്ഞതുപോലെ അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഷണ്ടനായി ജനിക്കുന്നവരുണ്ട്, ജനങ്ങളാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട്. ബൈബിൾ വചനമാണ്. ജനങ്ങളാൽ ഷണ്ടനാക്കപ്പെടുന്നവനോ? അതെങ്ങനെയാണ്? അത് മനസ്സിലായില്ല. ഷണ്ടനായി ജനിക്കുന്നതൊക്കെ ചില ആളുകൾക്ക് ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് പിന്നെ ഓക്കെ. ഈ ജനങ്ങളാൽ ഷണ്ടനാക്കപ്പെടുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അതറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത തലമുറ ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതല്ല. ബാക്കി കേട്ടോക്കാം. ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടനാകുന്നവനും ഉണ്ട്. സ്വയം ഷണ്ടനാകുക എന്താ സംഭവം? ഈ ഷണ്ടനാവാന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥ. അതെങ്ങനെയാണ് ഒരാൾക്ക് സ്വയം സാധിക്കുന്നത്? ഇനി വല്ല സർജറി എങ്ങാനും ചെയ്യുന്നതാണ് ഇങ്ങനെ ഉദ്ദേശിച്ചത്. എന്തായാലും എന്തോ ഉദ്ദേശിക്കുന്നുണ്ടോ? ബാക്കി കേട്ടോക്കാം. ഞാനിപ്പോൾ ആക്ച്വലി ആ ലേഖനത്തിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഒരു ഡോക്ടർ മുമ്പിൽ എനിക്കിപ്പോൾ ഒരു സിനിമ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ബിജു എബ്രഹാം എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ കമാൻഡോ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറാണ്. അതേപോലെ പുതിയ അദ്ദേഹം തിരക്കഥാകൃത്തുമാണ്, നിർമ്മാതാവാണ്, ആർട്ടിസ്റ്റാണ്. ഡോക്ടർ ബിജു എബ്രഹാം അദ്ദേഹം ന്യൂറോളജിസ്റ്റാണ്. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട്. ഇവിടെ നേവൽ ബേസിൽ അദ്ദേഹം വരാറുണ്ട്. ഇവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർ. ആ ന്യൂറോ സർജൻ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ തന്നെ എൻ്റെ ലിംഗം അല്ലെങ്കിൽ പെനിസ് അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഡോക്ടറെ ഒന്ന് പരിശോധിക്കുക, എനിക്ക് ഞാൻ സ്വയം ആർജിച്ചെടുത്ത എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള രീതി, മീൻസ് ഉത്തേജിപ്പിക്കാത്ത അവസ്ഥ. അങ്ങനെ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ചേട്ടൻ ധൈര്യമായിട്ട് മുമ്പോട്ട് നോക്കൂ, ചേട്ടന് ന്യൂറൽ രീതിയിൽ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞു, ഒരിക്കലും ഇനി ചേട്ടന് മക്കൾ ജനിക്കുന്ന സാധ്യതയേ ഇല്ല. അയ്യേ, എന്താണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ സ്വയം ആർജിച്ചെടുത്ത് ഇരട്ടൈൽ ഡിസ്ഫങ്ഷൻ ആണെന്നൊക്കെയാണല്ലോ പറയുന്നത്. എനിക്കിവിടെ രജിസ്ട്രാറിനോട് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്ന് ഷുഗർ ചെക്ക് ചെയ്യണം നല്ലതായിരിക്കും. ഈ ഷുഗർ കൂടി കഴിഞ്ഞാണെങ്കിൽ ഇരട്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത്. അന്ന് ചെക്ക് ചെയ്ത് നോക്കി, വല്ലാത്തൊരു മനുഷ്യൻ കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇങ്ങേരുടെ ഉദാഹരണം നശിച്ചു എന്നർത്ഥം. പിന്നെ പ്രായത്തിലായില്ലേ, ചിലപ്പോൾ അതുകൊണ്ടും വരാം. പക്ഷെ ഇങ്ങനെ അവകാശപ്പെടുന്നത് ഞാനിത് സ്വയം ആർജിച്ചെടുത്തതാണെന്നുള്ളതാണ്. കിടന്നോട്ടെ, അതെങ്കിലും ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് മൂപ്പര് ചിന്തിച്ചോട്ടെ. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ്? ബാക്കി പറഞ്ഞോട്ടെ. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. എനിക്ക് ഉദ്ദീപനം ഉണ്ടെങ്കിലല്ലേ എനിക്ക് സെക്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ ഐ മൈസെൽഫ്, ഞാൻ സ്വന്തമായി തന്നെ എന്നെ എന്താക്കി മാറ്റി? ബൈബിളിൽ യേശുദേവൻ പറഞ്ഞതുപോലെ ഷണ്ടനാക്കി മാറ്റി, അല്ലെങ്കിൽ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ആക്കി മാറ്റിയ അഭിമാനത്തോടെയാണ് ഇരിക്കുന്നത്. അഭിമാനത്തോടെ ഇരിക്കുക. എന്തോ വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് മൂപ്പര് ഇതിനെ കാണുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾക്ക് ഷണ്ടനാവാത്ത അവസ്ഥ, കുട്ടികളില്ലാത്ത അവസ്ഥ വരിക എന്ന് പറഞ്ഞാണെങ്കിലും പുറത്ത് പറയാൻ തന്നെ പേടിയാണ്. ഇങ്ങനെ ഇത് വലിയ എന്തോ അച്ചീവ്മെന്റ് ആയിട്ട് കൊണ്ടെടുക്കുകയാണ്, അഭിമാനത്തോടെ നടക്കുകയാണ്. എനിക്ക് ഉദാഹരണക്കുറവാണ്, ഞാൻ ഷണ്ടനാണ്, എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും കാണാൻ പറ്റും ഇങ്ങനെ ഒരു മനുഷ്യന്? ഇതിങ്ങനെ ഫിലോസഫി പഠിച്ച് ഭ്രാന്തായതാണെന്ന് തോന്നുന്നു. ഭ്രാന്തമാരൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും കോമഡി ആയിരിക്കുന്നു. ബാക്കി പറഞ്ഞോട്ടെ. ഡോക്ടർ രജിത് കുമാറിന് ഹ്യൂമൻ ഇമോഷൻസ് വരില്ല എന്നാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസിനെ ഞാൻ മാക്സിമം വളരെയധികം നിയന്ത്രണ വിധേയമാക്കി വെച്ചേക്കാണ്. അത് ഞാനിപ്പോൾ എനിക്ക് സുമേഷിനോട് ബെറ്റ് വെച്ച് പറയാൻ പറ്റും, ഏതൊരു അശ്ലീല വീഡിയോ അല്ലെങ്കിൽ നമ്മളിപ്പം പറയുമല്ലോ ബ്ലൂ ഫിലിം എന്ന് പറയുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഏതായാലും സുമേഷ് വേണമെങ്കിൽ ഒരു ടി വിയിലിട്ടോ ഞാനും സുമേഷും കൂടെ ധൈര്യപൂർവ്വം നമുക്ക് രണ്ടുപേർ കൂടെ ജനിച്ച വേഷത്തിൽ മൂന്നാമതൊരു ജഡ്ജ്മെൻറ്റ് നടത്താൻ കുറച്ച് പേരെ എത്തിയിട്ട് ആ വീഡിയോ കാണാം. വീഡിയോ കാണുന്നവരെ ഞാനും അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. എൻ്റെ ഒരു രോമം പോലും അനങ്ങൂല. എൻ്റെ ഒരു രോമം അനങ്ങിയാൽ കടം വാങ്ങിച്ചെങ്കിൽ 1,00,000 രൂപ ഞാൻ സുമേഷിന് ഗിഫ്റ്റ് തരും, ഇല്ലെങ്കിൽ നീ 1,00,000 എനിക്ക് തരണം. വല്ലാത്തൊരു കഴിവ് തന്നെ. പല തരത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്ന മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിലുള്ള കഴിവുള്ള മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു രോമം പോലെ എണീറ്റ് നിൽക്കാതെ ബ്ലൂ ഫിലിം കാണാൻ പറ്റുന്ന അവസ്ഥ വല്ലാത്തൊരു അച്ചീവ്മെന്റ് തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും ആശാന് കംപ്ലീറ്റ് സാധനം നഷ്ടപ്പെട്ട് ഇനിയിപ്പോ ആ സുനിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാന്ന് അർത്ഥം. മൂപ്പരാണെങ്കിലോ അതിന് വലിയ എന്തോ സംഭവമായിട്ടാണ് കാണുന്നത്. ബെറ്റൊക്കെ വെക്കണ ഇഷ്ടം. എനിക്ക് ഉദാഹരണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും കണ്ടിക്കണം നിങ്ങൾ ഇങ്ങനത്തെ മനുഷ്യന്മാര്. അതാണ് എന്തായാലും അവസാനം എന്തോ പറയുന്നുണ്ട്, അതുകൊണ്ട് കണ്ട് നമുക്ക് നിർത്താം. സ്വയം എങ്ങനെ എനിക്കത് അതിന്റെ ഒരു സയന്റിഫിക് അല്ലെങ്കിൽ മെഡിക്കൽ രീതിയിൽ പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന ഒരു കാര്യമാണ്. പോസിബിൾ ആണ്.
ഈ റോമൻ കാത്തലിക്സ് അച്ഛന്മാരെ കുറിച്ച് അറിയാമല്ലോ, അവർ കല്യാണം കഴിക്കാം. ഇല്ല. ക്രിസ്ത്യൻ സഹോദരങ്ങൾ ക്രിസ്ത്യൻസിനെ അറിഞ്ഞൂടെ, അല്ല RC അറിഞ്ഞൂടെ, ആ അച്ഛന്മാർ കല്യാണം കഴിക്കാം. ആ അച്ഛന്മാര് സിസ്റ്റർമാർ അവരൊന്നും കല്യാണം കഴിക്കാത്ത ഈ പറയുന്ന ധ്യാനവും മെഡിറ്റേഷനും പ്രാർത്ഥനയും കൊണ്ട് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോണിനെ അറസ്റ്റ് ചെയ്യിക്കാൻ പറ്റും, യോഗികൾക്ക് പറ്റും, സന്യാസി ശ്രേഷ്ഠന്മാർക്ക് പറ്റും. അത് ഞാൻ എൻ്റെ 17 വർഷത്തെ ധ്യാനവും മെഡിറ്റേഷനൂടെ എടുത്താണ്. അത് ശരി, അതൊരു പുതിയ അറിവാണ് കേട്ടോ. ധ്യാനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ബീജം ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്താൻ പറ്റുന്നൊക്കെ ഇങ്ങേരിത് ചിരിപ്പിച്ചു കൊല്ലുന്നതാണ് തോന്നുന്നത്. നമുക്ക് ധ്യാനത്തിലൂടെ ലൈംഗിക ചിന്തകൾ ഒരു വിധമൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്, അത് പിന്നെയും ശരി വെക്കാം. പക്ഷേ ഈ ധ്യാനത്തിലൂടെ ബീജോൽപാദനം നിർത്താൻ പറ്റുന്ന കേൾക്കണത് ഞാൻ ആദ്യമായിട്ടാണ്. ഈ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നതിനൊരു അതിരില്ലേ. എന്തായാലും ഇങ്ങനെ ആധികാരികമായി മണ്ടത്തരം വിളിച്ച് പറയാനും വേണം കഴിവ്. എന്തായാലും ഇത്രയും കാലം കുറെ ടീംസ് നടക്കുന്നുണ്ടല്ലോ, രജിത് ആർമി എന്നും പറഞ്ഞുകൊണ്ട്, അവരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ആവോ എന്തായാലും കോമഡി അയക്കണം. എന്തായാലും സ്വയം ചണ്ടനായിട്ട് ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടു കൂടി നടക്കാൻ രജിസാറിന് സാധിക്കട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ. പുറത്തൊരു ടോപ്പിക്കുമായി കാണാം.